രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും തെമ്മാടിത്തനങ്ങൾക്ക് ഇപ്പോൾ ബീഹാർ ഹൈക്കോടതി പൂട്ടിട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുന്ന ചില ദൃശ്യങ്ങൾ നീക്കാൻ കോടതിയുടെ നിർദ്ദേശമുണ്ട്. പക്ഷേ ഇത്തരം കോടതി ഇടപെടലിലൂടെ ഒതുങ്ങുന്നതാണോ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഇത്തരം രീതികൾ? അല്ല, ഇനി അവർ തുടരും. അവർക്കൊരു കളിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ പയ്യൻ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പയ്യനെന്ന് ഞാൻ പറയുന്നത് കുട്ടിത്തം കൊണ്ട് പറയുന്നതാണ്. പ്രായം കുറേ ഉണ്ട്, 50 വയസ്സായിട്ട് അതിൻ്റെ മെച്യൂരിറ്റി ഇല്ല, പ്രായത്തിനൊത്ത വളർച്ചയില്ല ബുദ്ധിക്ക് എന്നുള്ളൊരു കുഴപ്പമുണ്ട്. അദ്ദേഹം ഈ മലേഷ്യയിലൊക്കെ പോയി കാണിക്കുന്ന, സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ കാണിക്കുന്ന വിനോദ പരിപാടികളുണ്ടല്ലോ, രാസക്രീഡകൾ, അതുപോലൊരു ഏർപ്പാടായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും രാഷ്ട്രീയം. അല്ലെങ്കിൽ മര്യാദയുള്ള കുടുംബത്തിൽ പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഓട്ചോരി യാത്രയുടെ ഭാഗമായിട്ട് ദർഭംഗയിൽ നടന്ന യോഗത്തിൽ തൻ്റെ പേരിൽ നടക്കുന്ന ഒന്നിൽ 20 വയസ്സുള്ള ഒരു മുസ്ലിം യുവാവ് വന്നിട്ട് മോദിയെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അമ്മയെയും ചേർത്തുകൊണ്ടുള്ള തെറി പറഞ്ഞപ്പോൾ നമിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ക്ഷമ ചോദിക്കേണ്ടതായിരുന്നു, മാപ്പ് നിരുപാധികം പറയേണ്ടതായിരുന്നു. മഹാത്മാഗാന്ധിയുടെയൊക്കെ പാരമ്പര്യമാണെങ്കിൽ ആ യാത്ര അവിടെ വെച്ച് നിർത്തിവെക്കും. പക്ഷേ ഇദ്ദേഹം നിർത്തിയില്ല. പാറ്റ്നയിൽ പോയി തേജസ്വി യാദവുമായിട്ട് വേദി പങ്കിട്ടുകൊണ്ട് അതിൻ്റെ സമാപനം കണ്ടോ, ജനങ്ങളെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് പറയുന്ന വിഡ്ഢിത്തമാണ് അദ്ദേഹം ചെയ്തത്. തൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ ഒരു ധാർമ്മികതയുണ്ട്, രാഷ്ട്രീയ ധാർമ്മികത. കണ്ട പെറുക്കുകൾക്ക് കയറി വന്ന് എന്തും പറയാനുള്ളൊരു വേദിയായിട്ട് തുറന്നു കൊടുത്തു അദ്ദേഹം. അതിൻ്റെ പേട്ടെ അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റാൻ ഒരുപാട് പേര് കൂടുന്ന യോഗങ്ങളിൽ അങ്ങനെ പറഞ്ഞപ്പോൾ കോൺഗ്രസ്സിന് ഇതിൻ്റെ ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വമില്ല എന്നൊരു നല്ല വാക്ക്, ഒരു സദാചാര രാഷ്ട്രീയം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ സദാചാരം എന്നൊരു വാക്കില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. രാഷ്ട്രീയത്തിലും ആ സദാചാരമില്ല, അതിൻ്റെ ഒരു ശൂന്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് മാപ്പ് പറയാത്ത അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുന്ന രീതിയിൽ AICCയുടെ സൈബർ സെല്ല് AI ഉപയോഗിച്ചുകൊണ്ട്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നരേന്ദ്രമോദിയുടെ സാധ്വിയായ അമ്മയെ വളരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ചിത്രം. AI പ്രൊഫഷണലിസം പോലും വേണ്ടേ, അവരുടെ അമ്മയുമായിട്ട് ഒരു സാമ്യവും ഇല്ലാത്ത, ചുമ്മാതെ വളരെ വ്യത്യാസമുള്ള ഒരു വികൃത രൂപത്തിനെ ആക്കിക്കൊണ്ട്, ഒരു ക്യാരിക്കേച്ചർ ആക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തെ തന്നെ വേദനിപ്പിക്കുക. അമ്മമാരോട് കാണിക്കുന്ന ഈ അവഹേളനം, അവമതിപ്പ് സഹിക്കുന്നവരല്ല ഭാരതീയർ. അവരുടെ സംസ്കാരം അതിനെ അനുവദിക്കുകയില്ല. രാഷ്ട്രീയത്തിലേ പങ്കെടുത്തിട്ടില്ലാത്ത, നെഹ്റു കുടുംബത്തിനെതിരെയോ രാഹുൽ ഗാന്ധിക്കെതിരെയോ ഒരു വാക്കുപോലും ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരമ്മയെ, ക്യൂ നിന്ന് കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന, ക്യൂ നിന്ന് ബാങ്കിൽ പോയി നോട്ട് നിരോധന സമയത്ത് നോട്ട് മാറ്റുന്ന ഒരമ്മയെ, മകൻ്റെ പദവികളോ അതിൻ്റെ അധികാരത്തിൻ്റെ ഒരു ക്ലൗട്ടോ ഒന്നും ഒരിക്കലും പ്രയോജനപ്പെടുത്താതെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ഒരു പാവപ്പെട്ട വീട്ടമ്മയായിട്ട് കഴിഞ്ഞു പോകുന്ന അവരെ ആദരിച്ചില്ലെങ്കിലും അപമാനിക്കുക എന്ന് പറയുന്നത് എന്തു ക്രൂരവും അതാണ് ഈ സാഡിസ്റ്റായിട്ടുള്ളൊരു മനോഭാവം. ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഒരു ജല്ലിക്കെട്ടിലെ കാളയെ പോലെയായി. ഈ കാളയെ ആര് പിടിച്ചു കെട്ടും? ആ ജല്ലിക്കെട്ടിലെ കാളയല്ല, പക്ഷേ അതിനേക്കാളും ചുരമാന്തി നിൽക്കുന്ന ഒരു മൂരിക്കാളയെ പോലെ, ചുരമാന്തി നിൽക്കുക എന്നാണ് എനിക്ക് ചേരം. ചുരമാന്തി നിൽക്കുന്ന ഒരു മൂരിക്കാളയെ പോലെ, അതൊന്നും മതിയാവാഞ്ഞ് അദ്ദേഹം ഈ ഗോദയിലെ ഗുസ്തിക്കാരനെ പോലെ, വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷനിലെ ഒരാളിനെ പോലെ എതിരാളിയെ കൊല്ലുക, അവൻ്റെ വാരിയലുകൾ ഒടിക്കുക എന്നൊക്കെയുള്ള തരത്തിലേക്ക് ഇന്ന് നമ്മളിത് പറയുമ്പോൾ അദ്ദേഹം ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്. ഡൽഹിയിൽ ആറ്റം ബോംബ് പൊട്ടിച്ചു, ഫ്യൂഷൻ ബോംബ് പൊട്ടിച്ചു, ഫിഷൻ ബോംബ് പൊട്ടിച്ചു, ഒന്നും ഏശിയില്ല. അതുകൊണ്ടൊന്നും ആറ്റം ബോംബ് പൊട്ടി കർണാടകയിൽ പൊട്ടി പാളീസായി. ഓരോന്ന് മന്ത്രി രാജിവെക്കുകയും ചെയ്തു. ഒരു തമാശ പോലെ വീണ്ടും ബോംബ് കൊണ്ടുവന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുക ഈ രാജ്യത്ത്. അദ്ദേഹത്തിൻ്റെ ആ ഹൈഡ്രജൻ ബോംബ് വെച്ച് ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പാകിസ്ഥാൻ പോലും ചെയ്യാത്ത കാര്യം അദ്ദേഹം അത് ചെയ്തു വച്ചിരിക്കുന്നു. അപ്പോൾ ഇനി വേണ്ടത് ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇദ്ദേഹത്തിൻ്റെ ന്യൂക്ലിയർ ഡിവൈസസ് മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾ ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്നാണ് തോന്നുന്നു. കാരണം അത്രമാത്രം രാജ്യദ്രോഹമാണ്. 2 പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഉള്ളത്. പാകിസ്ഥാൻ സമ്മതിച്ചു, ഇന്ത്യ അവരെ തോൽപ്പിച്ചു കഴിഞ്ഞു, അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഒക്കെ തകർത്തു കഴിഞ്ഞു എന്നുള്ളത് പരസ്യമായിട്ട് അവർ സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ 2 പ്രസ്ഥാനങ്ങൾ ഇന്ത്യക്കകത്ത് നിന്ന് പാകിസ്ഥാൻ കളിക്കുന്നുണ്ട്.
ഒന്നാമതായിട്ട് രാഹുൽ ഗാന്ധി തന്നെയാണ്. രണ്ടാമതായിട്ട് ഇപ്പോൾ അപ്രസക്തയായിട്ടുള്ള അരുന്ധതി റോയ്. അവർ പിന്നെ വോട്ടിന് വേണ്ടിയിട്ടല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഈ മനുഷ്യൻ വോട്ടിന് വേണ്ടി പ്രധാനമന്ത്രി കസേര എനിക്ക് വേണമെന്നൊരു വാശിയിൽ ഈ കാണിച്ചു കൂട്ടുന്ന വങ്കത്തരങ്ങളും അതുപോലെ തന്നെ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്ന പോലെ അത് ഇന്ത്യ രാജ്യത്തിന് വലിയൊരു അപമാനമായിട്ട് ഇത്രമാത്രം യശസ് അന്താരാഷ്ട്ര തലത്തിൽ ഗൗരീശങ്കര ശിഖരത്തോളം ഇന്ത്യയുടെ അഭിമാനം ഉയർത്തി മോദിയെങ്കിൽ അത് പാതാളക്കുഴിയോളം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് മറുവശത്ത് ഈ പൊന്നുമോൻ, സോണിയാഗാന്ധിയുടെ പൊന്നുമോൻ. കൈയടിച്ച് കുടുംബം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. വിവരക്കേടുകളുടെ ആ കുടുംബം. ഇതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടുകാർക്ക് നിയന്ത്രണമില്ല, പാർട്ടിക്ക് നിയന്ത്രണമില്ല. മല്ലികാർജുൻ ഖാർഗെ പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കൂ. വേണുഗോപാൽ എന്ന് പറയുന്ന റാസ്പുട്ടിൻ കുടുംബത്തെ തെറ്റായ വഴിക്ക് നയിക്കുന്നതിൽ ഒന്നാമനാണ്. വേറെയുണ്ട് പവൻ ഖേറ, ജയറാം രമേശ്, ഇങ്ങനെ കുറേ ഉപദേശക വൃന്ദത്തിൻ്റെ ഒരു തരം ഉപജാപത്തിൽപ്പെട്ട ഒരു കുടുംബമായിട്ട് പണ്ടത്തെ സാർ ചക്രവർത്തിമാർ റാസ്പുട്ടിൻ പോലെയുള്ള ഉപദേശികളുടെ വൃന്ദത്തിൽപ്പെട്ട് നശിച്ച് നാറാണക്കല്ല് വെച്ചതുപോലെ ഒരു പതനത്തിലേക്ക് നെഹ്റു കുടുംബം പോകുന്ന കാഴ്ചയാണ്. ഈ ഹൈഡ്രജൻ ബോംബോട് കൂടി അത് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വാരണാസിയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇയാൾ കൊണ്ടൊന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. വാരണാസി എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. മോദി തോക്കാൻ പോയതാണ്. അവിടെ എന്തെങ്കിലും കള്ളത്തരം നടന്നുകൊണ്ട് തോക്കാൻ പോകുന്ന അവസരങ്ങൾ അതിനകത്ത് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അത് കോമൺ സെൻസുള്ള ആരും അത് വിശ്വസിക്കുകയല്ല. വീണ്ടും ഓരോ വിഡ്ഢിത്തങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ നാണക്കേടായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതിനെ താങ്ങിക്കൊണ്ട് ബുദ്ധിപരമായിട്ടും റീസണബിളായിട്ടും ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അത് താങ്ങിക്കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു രന്ധ്രം തങ്ങൾക്ക് കടക്കാൻ വേണ്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നാൽ പരാതി കൊടുക്കാൻ സാധ്യതയില്ല. ഇല്ല, ഇയാളെന്ന് പറയുന്നതെല്ലാം വിഡ്ഢിത്തമാണ്. ഇദ്ദേഹം ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾ അത്ഭുതപ്പെടുന്നതായിട്ടുണ്ട്. ഇപ്പോൾ വിഡ്ഢിത്തങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പറഞ്ഞതെല്ലാം പൊട്ടത്തരങ്ങളായിരുന്നു. പപ്പു എന്നുള്ള പേര് അന്വർത്ഥമാണെന്ന് വീണ്ടും അയാൾ സമർത്ഥിച്ച് കഴിഞ്ഞു. ഇപ്പോൾ പപ്പു എന്നുള്ള പേര് വീണ്ടും വന്നിരിക്കുക. ഇടക്കാലത്ത് ഭാരത് ജോഡോ നടത്തിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ പേര് വീണ്ടും അദ്ദേഹം കളഞ്ഞു കിട്ടിയ കളിപ്പാട്ടം പോലെ വീണ്ടും എടുത്തിട്ട് കണ്ട എന്നും പറഞ്ഞ് ആനന്ദിച്ചു കൊണ്ടിരിക്കുക. കിങ്ങിണിക്കുട്ടൻ. പരമപുച്ഛമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് സാമാന്യമായിട്ട് ചിന്തിക്കുന്നവർക്കെല്ലാം, കോൺഗ്രസ്സുകാർക്കും തോന്നുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് സുദർശൻ റെഡ്ഡിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ തെലങ്കാനയിൽ വോട്ട് ചെയ്ത്. ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള വോട്ടാണ് അപ്പോൾ. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ പിന്നെ നരേന്ദ്രമോദിയുടെ അമ്മയെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എന്തായാലും നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തിൽ തന്നെ പാറ്റ്ന ഹൈക്കോടതി ഇത് സോഷ്യൽ സ്പേസിൽ നിന്ന് മുഴുവൻ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും മാറ്റുകയല്ല. ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഡ്ഢികളുടെ രാജകുമാരനാണ് ഈ രാഹുൽ ഗാന്ധി. ഇത് കൂടുതൽ എന്ത് പറയാൻ, ഇദ്ദേഹത്തിനെ പറയാൻ അല്ല. പണ്ട് കോടതി നടപടി എടുക്കണമെങ്കിൽ അത് പറയും ഫാസിസ്റ്റ് എന്ന് പറയും. കാരണം നാം വയനാട്ടിൽ കണ്ടിരുന്നല്ലോ, അദ്ദേഹത്തെ അയോഗ്യനാക്കിയിരുന്നു. ഈ മോദി സമുദായത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അന്ന് അയോഗ്യനാക്കിയിരുന്നു. അത്തരം കടുത്ത നടപടികൾ എടുത്താൽ പോലും നന്നാകില്ല. അതെ അതെ അതെ, എന്തോ മഹാഭാവമാണ് ഞാൻ ചെയ്തതെന്ന് ഇപ്പോൾ നെഹ്റുവിൻ്റെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്കുള്ളിലിരുന്നു. തീൻമൂർത്തി അവിടെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ശവമടക്കം നടന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഇന്ന് നെടുവേർപ്പെടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലൊരു നാണക്കേടിനെ സമ്മാനിച്ച ഒരു സാഹചര്യം എന്തായാലും അത് ഇന്ത്യക്കും തന്നെ ഒരു അപമാനമാണ്. ജവഹർലാൽ നെഹ്റുവിനും തന്നെ ആ വലിയൊരു അപമാനമാണ്. മഹാത്മാഗാന്ധി എന്നുള്ള പേരറ്റത്തിട്ടിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിനും കൂടി, ശാന്തിവനത്തിൽ വിശ്രമം അനുഭവിക്കുന്ന അദ്ദേഹത്തിനും കൂടി വലിയൊരു അപമാനമാണെന്നുള്ള കാര്യത്തിൽ ഒരു എതിർവാക്കുണ്ടാവാൻ സാധ്യതയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.